Friends, as announced earlier, there is a separate venue for students who have come from outside Kerala. In venue 2, there is separate session fully in English. So those students who are present here who came from outside Kerala can attend that session. Assalamu alaikum wa rahmatullah. Alhamdulillah. نحمدك يا من أوضحت لنا سبل الهداية وأوزغت أن بصائرنا غشوة الغوايا ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ഈ പ്രോഫ്കോണിൻ്റെ വൈജ്ഞാനിക വേദിയിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ പ്രൗഢമായ ഈ സദസ്സിൻ്റെ മുന്നിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച ചില സൂചനകളിലേക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രവേശിക്കേണ്ടത്. പക്ഷേ ആ സൂചനകളിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരാളുടെ അടുത്തും ഒരു ചെയർ പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്ന് ഉറപ്പാകണം. ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങനെ മാറിയിരുന്ന് ഓരോരുത്തർ ഇത് ക്രമീകരിക്കണം. ഒരു കറക്റ്റ് ഞാൻ പറഞ്ഞാൽ ഒരു 4 ചെയർ, വെറും 4 ചെയർ മാത്രം ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് സദസ്സിൻ്റെ ഭംഗി എന്നതിലുപരി ഒരു വൈജ്ഞാനിക സദസ്സിൻ്റെ മഹത്വവും പുണ്യവുമെല്ലാം ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. ഓരോരുത്തരും എത്ര പ്രയാസവും റിസ്ക്കും സഹിച്ചാണ് ഇവിടെ എത്തിയത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഓരോ സംഭാഷണത്തിൻ്റെയും ആദ്യ വാചകങ്ങൾ ഇവിടെ വന്നിട്ടും വരാത്തവരെ പോലെ നാം ആകരുത്, ഇവിടെ വന്നിട്ടും വരാത്തവരെ പോലെ നാം ആകരുത് എന്ന ഉണർത്തലുകളാണ്. അതുകൊണ്ട് എൻ്റെ ഓരോ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രോഫ്കോണിൻ്റെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ ഇടുങ്ങിയിരിക്കുന്ന ഇത്തരം സദസ്സുകൾ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകിയ ഒരു വേദിയാണ്. ആ നിലക്ക് നമ്മളെല്ലാവരും ഒരു ചെറിയ നിർദ്ദേശം കിട്ടുമ്പോഴേക്ക് നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ഉത്സാഹത്തെ, ഈ ഒരു ആവേശത്തെ തീർച്ചയായും ഞാൻ പ്രശംസിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ കണ്ണു മുഴുവൻ സ്ക്രീനിലേക്ക് തിരിച്ചു വെച്ച് ഹൃദയം മുഴുവൻ ഈ പ്രോഫ്കോണിൻ്റെ വേദിയിലേക്ക് ആവാഹിച്ചെടുത്ത് ഇത് കേൾക്കുന്ന, കാണുന്ന എൻ്റെ ബഹുമാനരായ രക്ഷിതാക്കളുടെ വളരെ ശക്തമായി MSMൻ്റെ സ്ട്രീമിൽ പ്രവർത്തിച്ച് ഇപ്പോൾ വിദേശത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങൾ വരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരു വളരെ തിരക്ക് പിടിച്ച ജംഗ്ഷൻ, വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ജംഗ്ഷൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. കുതിച്ചോടിയെത്തുന്ന വാഹനം എൻ്റെ ശരീരത്തിൽ തട്ടി ഞാനിവിടെ തകർന്നടിഞ്ഞു വീഴുമോ? ഓരോ വാഹനത്തിൻ്റെയും ഡ്രൈവർ ആ വാഹനമോടിക്കുന്ന വേഗതയിലും അയാൾ മുഴക്കുന്ന ഹോണിൻ്റെ ശബ്ദത്തിലും കാത് കിടുങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ പോകേണ്ടത് ആ വഴിയിലൂടെയാണോ? അതല്ല ഞാൻ പോകേണ്ടത് ഈ വഴിയിലൂടെയാണോ? അതല്ല ഞാൻ പോകേണ്ടത് എൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ വഴിയിലൂടെയാണോ? അതല്ല ഞാൻ പോകേണ്ടത് എൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള വഴിയിലൂടെയാണോ? ഇതൊന്നും അറിയാതെ, അതും കോരിച്ചൊരിയുന്ന മഴയത്ത്, അതും ഇടിമുഴക്കമുള്ള ഒരു രാത്രിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുവനെ പോലെയാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ പല വിഷയങ്ങളിലും പല ഘട്ടങ്ങളിലുമൊക്കെ നമ്മളെല്ലാവരും അസ്വസ്ഥരായി വേദനയോടുകൂടെ പങ്കുവെക്കുന്നൊരു വിഷയമുണ്ട്. ആ വിഷയത്തിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഓരോ സംഘടനകളും ഓരോ സംവിധാനങ്ങളും ഓരോ ആശയ പ്രസ്ഥാനങ്ങളും
അവരുടെ മെസ്സേജുകളും അവരുടെ ആശയങ്ങളും അവരുടെ സിദ്ധാന്തങ്ങളും ജനങ്ങളോട് അവതരിപ്പിക്കുന്നു. എല്ലാവരും ആയത്തോതുന്നു, എല്ലാവരും ഹദീസ് ഓതുന്നു, എല്ലാവരും തെളിവുകൾ ഉദ്ധരിക്കുന്നു, എല്ലാവരും അവരവരുടെ ഭാഗത്തെ സമർത്ഥമായി ന്യായീകരിച്ച് സംസാരിക്കുന്നു. അതും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു, ഇതും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു, മറ്റേതും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് സത്യമാണെന്ന് എൻ്റെ ഉപ്പ വിശ്വസിക്കുന്നു, ഇത് സത്യമാണെന്ന് എൻ്റെ കൂട്ടുകാരൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തു ചെയ്യും? അല്ലേ? ഒരു ഏറ്റവും തിരക്ക് പിടിച്ച ജംഗ്ഷന്റെ മധ്യത്തിൽ ഇടിമുഴങ്ങുന്ന രാത്രിയിലെ കോരിച്ചൊരിയുന്ന മഴയത്തെ അപശബ്ദങ്ങൾക്കിടയിൽ നിൽക്കുന്നവനേക്കാളും വലിയ പ്രതിസന്ധി. ഇതൊരു പ്രതിസന്ധിയായി ഫീൽ ചെയ്യൂല. ആർക്കെന്നറിയോ? എൻ്റെ ശ്വാസം നിലക്കുമ്പോൾ എന്നെ 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് 6 കാലുള്ള കട്ടിലിൽ 4 ആളുടെ ചുമലിൽ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് മുതൽ ആരംഭിക്കുന്നൊരു ജീവിതമുണ്ടെന്ന് ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ആലോചിക്കുകയോ അസ്വസ്ഥമാവുകയോ ചെയ്യാത്ത ഒരാൾക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഞാൻ വീണ്ടും പറയുന്നു, എന്ത്? ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും കരഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്, സ്വന്തം ബെഡ്റൂമിൽ മുഖം പൊത്തി കരഞ്ഞ ദിവസങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഖബറിൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ എങ്ങനെയായിരിക്കും? എൻ്റെ ഉമ്മല്ല, എൻ്റെ ഉപ്പല്ല, എൻ്റെ ഫ്രണ്ട്സില്ല, എൻ്റെ കാതിൽ സംഗീതം പകരുന്ന എൻ്റെ സെൽഫോണില്ല, ഒന്നുമില്ല. ഞാൻ മാത്രം ചെരിഞ്ഞു കിടക്കുന്ന എൻ്റെ ഖബർ മുതൽ ആരംഭിക്കുന്ന ജീവിതം എന്തായിരിക്കുമെന്നത് അസ്വസ്ഥമാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇവിടെ ഒരുപാട് സംഘടനകൾ, ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ. ഞാൻ എന്തു ചെയ്യും, ഞാൻ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എനിക്ക് കാതു തരുമെങ്കിൽ, നിങ്ങളുടെ മനസ്സും മസ്തിഷ്കവും എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കതാണ് പറയാനുള്ളത്. അവസാനം ശൈത്താൻ വന്നു തരുന്നൊരു ഉത്തരമുണ്ട്. ഒക്കെ കണക്കാണ്. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥ മോഹങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. സംഘടനകൾക്കും സംവിധാനങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകുന്നവരുടെ ഇടയിൽ അതിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്കും അതിൻ്റെ താഴെ തട്ടിൽ ഇരിക്കുന്നവർക്കും ഒന്നും ഒരു താല്പര്യമല്ല, ഓലാരും കുറ്റമുക്തരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യൻ്റെ നെഞ്ചകത്ത് തട്ടി വിളിച്ച് അവൻ്റെ കാതിൻ്റെ അരികിൽ ഓടിയെത്തി ചോദിക്കുന്ന ചോദ്യമുണ്ട്, മനുഷ്യരെ, ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. ളലാല് കഴിഞ്ഞാൽ പിന്നെ ഹക്ക് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ളലാലത്താണ്, സത്യം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വഴികേടാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? നമ്മൾ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടൂ. നമ്മൾ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ നടത്തുന്ന ഒരു ദുആ ഉണ്ട്. എന്താ അറിയോ? പടച്ചോനെ, എനിക്ക് നിന്നെ കാണാനുള്ളൊരു അവസരം നീ കൊണ്ടാ. പടച്ചോനെ, നിന്റെ നബിയുടെ കൂടെ ഇരിക്കാനുള്ളൊരു അവസരം എനിക്ക് നീ കൊണ്ടാ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എത്ര ആൾക്കറിയാം അങ്ങനെ പറയുന്നുണ്ടെന്ന് ഉറപ്പുള്ള എത്ര ആൾ എൻ്റെ കൂടെ വരുന്നുണ്ട്? ഇന്ന് സുബഹിനും നമ്മളത് ചെയ്തു, ഇനി ലൊഹറിനും നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമറ ഫീ ലൈലത്തിൽ ബദർ ഫലാ തുളാമൂന ഫീ റുയതിഹി. ഒരിക്കലും കള്ളം പറയാത്ത മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാതോർക്കുന്നവരോട് പറയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കാണും. പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്ന രാത്രിയിൽ ആ പൂർണ്ണ ചന്ദ്രികയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ റസൂൽ, നമ്മുടെ പുണ്യ റസൂൽ, നമ്മളെ ഏറെ സ്നേഹിച്ച റസൂൽ പറയാണ്, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കാണും. എങ്ങനെ കാണും? എങ്ങനെ കാണും? ആകാശത്ത് പൂർണ്ണചന്ദ്രനെ നിങ്ങൾ എത്ര തെളിച്ചത്തിൽ കാണുന്നുവോ അതുപോലെ കാണും. കടലിന്റെ, കാടിന്റെ, കരയുടെ, കണ്ണിന്റെ, കാതിന്റെ, മനുഷ്യന്റെ, മലകളുടെ, പൂമ്പാറ്റയുടെ, പൂവാടിയുടെ സൃഷ്ടാവായ റബ്ബിനെ മുന്നിൽ കാണുന്ന നിമിഷം എന്തുമാത്രം സന്തോഷം ഉണ്ടായിരിക്കും സുഹൃത്തുക്കളെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2, കോടാനക്കോടി മനുഷ്യരെ നിർമാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കടന്നു വന്ന അമ്പിയാക്കൾ, ഇബ്രാഹിം നബി ഇവിടെ, ഇസ്മായിൽ നബി അവിടെ, മൂസാ നബി ഇവിടെ, മുത്ത് റസൂലുള്ളാഹി ഇവിടെ. അവരെ ഒന്ന് തൊടാൻ, അവരെ ഒന്ന് സ്പർശിക്കാൻ, ആ പ്രവാചകന്റെ പൂമുഖത്തുമ്മ കൊടുക്കാൻ ഒരവസരമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യും? കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ അലറി വിളിക്കുന്ന ഗ്യാലറിയിൽ ഇരുന്ന് സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണാൻ പോയവരും, അല്ലേ, പാറിപ്പറക്കുന്ന മുടിയുമായി ബാറ്റിംഗ് ക്രീസിലെത്തുന്ന ധോണിയെ കാണാൻ പോയവരുമൊക്കെയുണ്ട്. അതാണ് നമ്മളെ മനസ്സെങ്കിൽ മുത്ത് റസൂലുള്ളാഹി ഒന്ന് തൊടാൻ ഒരു അവസരം കിട്ടും, അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിനെ കാണാൻ ഒരു ചാൻസ് കിട്ടും എന്ന് വിചാരിച്ചാൽ ആ ശ്രമം ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളൊക്കെ ചെയ്യുള്ളൂ. ഇന്ന് സുബഹിനും ചെയ്തു. എന്താണ് ആ ആത്മാർത്ഥ ശ്രമം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്പന്ദിക്കുന്ന ഹൃദയം മിടിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല.
ആത്മാർത്ഥമായി അത്തരമൊരു തേട്ടം നടത്താൻ സുഹൃത്തുക്കളെ നമുക്ക് പറ്റിയിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോരുത്തരും ഈ സദസ്സിലിരുന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങോട്ട് വരണോ വേണ്ടേ? അവൻ നിർബന്ധിച്ചപ്പോൾ വന്നു, അല്ലേ? ഇനി ഒരു പ്രത്യേക സമയം മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്, ആ നിശ്ചയിച്ച സമയം പോകും, അല്ലേ? ഇവിടെ ചെറിയ അസൗകര്യം, ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ ക്യൂ വേണം, അല്ലേ? അതല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മറ്റവൻ്റെ കാലിൻ്റെ താഴെ എൻ്റെ തലയായി പോയി, എനിക്ക് ഫാന് കിട്ടില്ല. ഇങ്ങനെയൊക്കെ അസ്വസ്ഥമാകുന്ന നമ്മളോട് തന്നെ ചോദിക്കുക. എന്താ ചോദിക്കേണ്ടെന്നറിയോ? ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു നിമിഷമെങ്കിലും ഞാൻ ഇത്തരം ഒരു ചിന്തയോട് കൂടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന നടത്തിയിരുന്നോ? എന്താ ആത്മാർത്ഥമായ ദുആ എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞുതരാം. ആത്മാർത്ഥമായ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബ്രദർ, 6ാം ക്ലാസ് പഠിക്കുന്ന ബ്രദർ ഒരു ആക്സിഡന്റിൽ പെട്ടു എന്നറിഞ്ഞു. കോളേജിൽ നിന്ന് ട്രെയിൻ കയറി ട്രെയിനിന്റെ വിൻഡോ സീറ്റിലിരുന്ന് അവനുള്ള ആശുപത്രിയിലേക്ക് പോവുകയാണ്. കുളിർ കാറ്റടിക്കുന്ന രാത്രിയിൽ മലബാർ എക്സ്പ്രസിന്റെ വിൻഡോ സീറ്റിലിരുന്ന് നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. എന്താണ് ആ കാഴ്ച? അവൻ നമ്മളടുത്ത് വന്നപ്പോൾ ഒരു ചോക്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞത്, അല്ലേ? അവനും നമ്മളും കുസൃതി കൂടിയത്, അവനും നമ്മളും ജീവിതത്തിൽ പിണങ്ങിയത്, കളിച്ചത്, ചിരിച്ചതൊക്കെ ചെന്നപ്പോൾ ഇത്തിരി പോന്ന ഹോൾസിലൂടെ അവനെ കണ്ടു. തല തകർന്ന് കിടക്കുന്നു. എന്നിട്ട് നിസ്കരിച്ചൊരു നിസ്കാരല്ലേ, അവിടെ നടത്തിയൊരു ദുആല്ലേ, ലോകത്തെ എല്ലാം മറന്നു, പ്രൊജക്ട് മറന്നു, സെമിനാർ മറന്നു, കോഴ്സ് മറന്നു, ഇന്റർവ്യൂ മറന്നു, സുഹൃത്തുക്കളെ മറന്നു, സർവം മറന്നു. ഹൃദയത്തിൽ അള്ളാഹുവിനെ ആവാഹിച്ചെടുത്ത് നമ്മൾ നടത്തിയ ദുആ. അങ്ങനെ നടത്തേണ്ട ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചോനെ, നേരായ മാർഗത്തിൽ നീ എന്നെ എത്തിക്കണമേ. ഈ ദുആ നടത്തിയാൽ റബ്ബിന്റെ അടുത്തെത്തും, റസൂലിന്റെ അടുത്തെത്തും എന്നെങ്ങനെ മനസ്സിലാക്കുക? എന്താണ് ഈ നേർമാർഗം? എന്താണ് ഈ നേർമാർഗം എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് ലഭിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലിരുന്ന ഒരു സ്വഹാബി കരയാണ്, അസ്വസ്ഥനായി കാണാണ്. എന്തുപറ്റി, നീ അസ്വസ്ഥനാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുന്നു, നബിയേ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ നിങ്ങളെ ഇത്ര അടുത്താണ്, അല്ലേ? നമുക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. എനിക്ക് നിങ്ങളെ തൊടാം, നിങ്ങളെ ഉമ്മ വെക്കാം, നിങ്ങളുടെ പുണ്യമേനിയോട് ചേർന്നിരിക്കാം. നാളെ പരലോകം ഞാൻ സ്വർഗത്തിൽ വന്നാൽ തന്നെ എനിക്ക് നിങ്ങളടുത്ത് എത്താൻ പറ്റുമോ? നിങ്ങൾ അമ്പിയാക്കളെ കൂടെയല്ലേ ഉണ്ടാവുക? വളരെ സാധുവായ കീറിയ വസ്ത്രം ധരിച്ച സ്വഹാബി ചോദിച്ച ചോദ്യത്തിന് മുത്ത് റസൂലുള്ളാഹിയുടെ അരികിൽ ഉത്തരമുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി വെയിറ്റ് ചെയ്തു, നെറ്റിത്തടം വിയർത്തു. ഒരു വഹയു കൂടി മനുഷ്യ ചരിത്രത്തിന് കിട്ടി. ആ വഹയി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്നു. എന്താ? ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ചു, അവൻ റസൂലിനെയും അനുസരിച്ചു, അവർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ അവരൊന്നിച്ചുണ്ടായിരിക്കും എന്നാണ് ആയത്ത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്താണ്? നേർമാർഗം എന്താണ്? നബിന്റെ തൊട്ടടുത്ത് മുത്ത് റസൂലുള്ളാഹിക്ക് ഷെയ്ഖാൻഡ് കൊടുത്ത് അദ്ദേഹത്തിന്റെ മേനിയോട് ചേർന്നിരിക്കുന്ന സിറാത്തുൽ മുസ്തഖീമാണ് സുഹൃത്തുക്കളെ നമ്മൾ ചോദിക്കുന്നത്. എങ്കിൽ ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന നമുക്ക് ചില ബാധ്യതകളുണ്ട്. സംഘടനകളുടെയും ആശയങ്ങളുടെയും സംഘടനകളുടെ ഭൂമികയിൽ നിന്ന് ഒന്നും ശരിയല്ല, ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് തീരുമാനമെടുക്കും മുമ്പ് നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മൾ അസ്വസ്ഥരാണ്. മുസ്ലിങ്ങൾ ഇങ്ങനെ കക്ഷികളായി പിളർന്ന് തമ്മിലടിച്ച് പരസ്പരം ചേരിതിരിയുന്ന ഈ മഹാദുരന്തത്തെക്കുറിച്ചോർത്ത് നമ്മൾ സങ്കടപ്പെടുകയാണ്. വേദനയുണ്ട് നമുക്ക്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്നതിൻ്റെ കൂടെ രേഖയാണത്. എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ, യഹൂദികൾ 71 കക്ഷികളായി. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ, ക്രിസ്ത്യാനികൾ അവർ 72 കക്ഷികളായി. വസതഫ്തരിഖു ഉമ്മതി, എൻ്റെ ഉമ്മത്ത് കക്ഷികളാവുകയില്ല, പിളരുകയില്ല, അവർ ഭിന്നിക്കുകയില്ലെന്നല്ല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെയോ എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി മാറും. കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ, അവയെല്ലാം നരകത്തിലാണ് ഒന്നൊഴികെ. ആ ഒന്നിലെത്തിപ്പെടണം സുഹൃത്തുക്കളെ. അതിന് കുറച്ച് അധ്വാനിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഐഡന്റിഫിക്കേഷൻ മാർക്ക് രേഖപ്പെടുത്തിയിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഒരു കൊച്ചുകുടിൽ റബിയുൽ അവൽ 12 തിങ്കൾ 9 മണിയോടടുത്ത സമയം ആയിഷ ബീവിയുടെ
മടിയിൽ കിടക്കുന്ന പ്രവാചകൻ ബൈന സുദരി വ ഹിജ്രി, എൻ്റെ മടിയുടെയും എൻ്റെ നെഞ്ചിൻ്റെയും ഇടയിൽ തലവെച്ച് 63 വയസ്സായ ഒരു മഹായോഗി ലോകത്തോട് യാത്ര പറയാണ്. അപ്പോഴോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതിന്റെ മുമ്പ്. എന്താ? തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ. വല്ലാത്ത കോൺഫിഡൻസ് കിട്ടുന്ന വാചകം, അറിയാതെ ഹൃദയത്തിൽ നിന്ന് ആവേശത്തോടെ പറയുന്ന വാചകം. ഇസ്ലാമിന്റെ ക്ലാരിറ്റി, വേറെ ഒന്നിനില്ലാത്ത ക്ലാരിറ്റി. എന്താ ക്ലാരിറ്റി? എന്താണ് ക്ലാരിറ്റി? മറ്റൊന്നുമല്ല. എന്താ? തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, തെളിഞ്ഞ ഒരു വഴിയിലാണ് ഞാൻ നിങ്ങൾ ഒഴിവാക്കി പോകുന്നത്. ഒല്ലാത്ത ഒരു ദേശീയ പാതയിലാണ് ഞാൻ നിങ്ങൾ ഒഴിവാക്കി പോകുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ലൈലുഹാ കനഹാരിഹാ. ആ ക്ലാരിറ്റി എത്രത്തോളുണ്ട്? രാത്രി പോലും പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അത്ര ക്ലിയർ ആണ്. പിന്നെ നമുക്ക് എന്താ ക്ലിയർ ആകാത്തത്? ഏതാ ശരി, ഏതാ സത്യം എന്നെന്തേ നമുക്ക് ക്ലിയർ ആകാത്തത്? അങ്ങനെ ക്ലിയർ ആക്കാനുള്ള പഠനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നമ്മൾ പോയിട്ടില്ല. ലോകം സ്വസ്ഥമായി ഉറങ്ങുന്ന രാത്രിയിൽ നെഞ്ചത്ത് കൈവച്ച് ആയിഷ ബീവിന്റെ കാലിങ്ങോട്ട് മാറ്റി, മോളെ ആയിഷ അങ്ങോട്ട് നിന്റെ കാല് വെക്ക്, ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്ന ദുആ ഉണ്ട്. പ്രോഫ് കോണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ദുആ. അത് അതിന്റെ തുടക്കം എഴുതി വെച്ചാൽ ഫുള്ള് ഇങ്ങനെ വിശദീകരിക്കാനുള്ള സമയം എനിക്കില്ല. നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ട ദുആ എന്താ അറിയോ? اللهم رب جبرائيل وميكائيل فاطر السماوات والأرض أنت تحكم بين عبادك فيما كانوا فيه يختلفون فاهدني فيما اختلفت فيه من الحق إنك أنت العليم الحكيم. എന്താ? ജിബ്രീലിന്റെ മീകായിലിന്റെ ലോകങ്ങളുടെ റബ്ബേ, ഞാൻ ഭിന്നതയിൽ പെട്ടുപോയ വിഷയത്തിൽ എനിക്ക് നീ സത്യം കാണിച്ചുകൊണ്ടാ. നമ്മൾ കൽബ് തുറന്നു പറഞ്ഞ പഠിച്ചോൻ തരും. നീയാണ് ഭിന്നതയിൽ തീരുമാനം പറഞ്ഞു തരേണ്ടവൻ. ഒന്നതാണ്. രണ്ടാമത്തത് കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, ഒരൊറ്റ കക്ഷി, ആ കക്ഷി മാത്രമേ സ്വർഗത്തിലുള്ളൂ, അല്ലാത്ത എല്ലാ കക്ഷികളും നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കക്ഷി ഏതാണെന്ന് ചിത്രം വരച്ചാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. 1ാം ക്ലാസ്സിൽ ചോക്ക് പിടിച്ച് പിന്നെ പേപ്പർ പിടിച്ചു വരുന്ന അധ്യാപകൻ ചിത്രം വരച്ച് നമ്മളെ അക്ഷരം പഠിപ്പിച്ചതുപോലെ മനുഷ്യ ചരിത്രത്തെ മുഴുവൻ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിത്രം വരച്ച് പഠിപ്പിക്കുന്നു. എന്താ? ഒരു നേർരേഖ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, എന്നിട്ട് 2 ഭാഗത്തേക്കും കുറെ വരകൾ വരച്ചു, എന്നിട്ട് നേർരേഖയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫലതത്തബിഉഹു വല തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി. അല്ലേ? എന്താ? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ മാർഗം. ഫത്തബിഉഹു, അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുൽ, കണ്ടോ കുറെ വഴികൾ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ പിൻപറ്റരുത്. എന്നിട്ട് ഹദീസിൽ ഒരു വാചകം കൂടി, വഫി കുല്ലി സബീലിൻ ശൈത്വാനൻ യദ്ഉ ഇലൈഹി. മനോഹരം. ഈ വഴിയിലൂടെ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇതിലെ ഓരോ ജംഗ്ഷനിലും വെച്ച് നിങ്ങളെ പിടിച്ചു പറിക്കാൻ ശൈത്താൻ കാത്തിരിക്കുന്നുണ്ട്. ശൈത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശൈത്താന്റെ വഴിയിലായി നമ്മൾ പോകാതിരിക്കാൻ എന്ത് ചെയ്യണം സുഹൃത്തുക്കളെ? ഒറ്റ വഴിയുള്ളൂ. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും ആയത്താണ് ഓതുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും, നബിദിനം ആഘോഷിക്കണം എന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും, അല്ലേ? പ്രവാചകന് ശേഷം മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന് പറയുന്നവരും അല്ലാത്തവരും എല്ലാവരും ആയത്താണ് ഓതുന്നത്. ഞങ്ങൾ എന്താ ചെയ്യാന്നാണ്? ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ആയത്ത് ആദ്യം കേട്ടത് ആരാ? ഈ ആയത്ത് ആദ്യം കേട്ടതിന്റെ പ്രൈമറി ഓഡിയൻസ് ആരാണ്? അവർക്ക് വസ്ത്രത്തിന്റെ ഭംഗിയുണ്ടായിരുന്നില്ല, വീടിന്റെ ഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, വാഹനങ്ങളുടെ ഔന്നിത്യം ഉണ്ടായിരുന്നില്ല, സാമ്പത്തികമായ പിൻബലങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ അവരുടെ ഹൃദയത്തെ പടച്ചവൻ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആയത്തുകൾ ആദ്യം കേട്ട, ഈ ഹദീസുകൾ ആദ്യം കേട്ട ആളുകൾ ഇതിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒന്നുകൂടി ക്ലിയറായി ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളെ കണ്ണെന്നോട് പറയുന്നു, നിങ്ങളുടെ മുഖം എന്നോട് പറയുന്നു. എങ്കിൽ നിങ്ങൾ ശരിക്ക് കേട്ടോ. നിങ്ങളോട് ഒരാൾ പറയണേ ഇത് നബിദിനാഘോഷത്തിൻ്റെ തെളിവാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്നും ബേജാറാകണ്ട. ഉസ്താദേ, ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലക്ഷക്കണക്കിന് സ്വഹാബികൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ അവർ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? ഒരാൾ നിങ്ങളോട് പറയാണ്, ഗുജറാത്തിൽ പാവപ്പെട്ട ഗർഭിണിയായ പെൺകുട്ടിയുടെ ഗർഭാശയത്തിലേക്ക് തൃശൂലം കുത്തിക്കയറ്റി ആ ഗർഭം പിളർത്തി അതിലെ
ബീജം പ്രാപിക്കുന്ന, ഭ്രൂണം പ്രാപിക്കുന്ന, സിക്താണ്ഡം പ്രാപിക്കുന്ന പിഞ്ചോമനയെ തൃശൂലത്തിൽ കയറ്റി പെട്രോളിൽ മുക്കി കത്തിച്ച് കളഞ്ഞവർക്കെതിരിൽ ആയുധമെടുക്കാൻ സമയമായില്ലെങ്കിൽ പിന്നെ എന്ത് എഞ്ചിനീയറിംഗ് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ കാലിൽ നിന്ന് ഒരു പ്രത്യേക ആവേശം അല്ലേ, അത് കൈകളിൽ വന്ന് മെല്ലെ ആയുധപ്പുരകളിൽ പോയി അഭ്യസിക്കാൻ പോണതിന് മുമ്പ് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ. ശരി, ഇന്ത്യയെ പോലെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇതേപോലത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ പറയുന്ന ഈ ജിഹാദിന് ഏത് ആയത്താണ് ഉള്ളത്? തന്നോളൂ. അതിനെ ആരാണ് എങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഏത് സ്വഹാബിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? വളരെ ലളിതം. അനങ്ങാൻ കഴിയൂല സുഹൃത്തുക്കളെ, നമ്മളെ ഒരിക്കലും പിടിക്കാൻ കഴിയൂല. അരിപ്പാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകോ? നമ്മൾ മണലൊക്കെ അല്ലേ, മണൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണേ, അതാണ് ശരിക്ക്. അതിൻ്റെ പേരാണ് മൻഹജു സലഫ്. അതിൻ്റെ പേരാണ് മൻഹജു സലഫ്. ഇനി എന്താ മൻഹജു സലഫ്? ആ രണ്ട് വേർഡ് ഞാൻ എടുക്കണം. മൻഹജ് എന്ന് പറഞ്ഞാൽ മെത്തഡോളജി, മാർഗം. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ. മൻഹജ് എന്ന് പറഞ്ഞാൽ മെത്തഡോളജി, മാർഗം, മുൻഗാമികളുടെ മാർഗം. ഇതൊരു പ്രമാണമാണോ? അല്ല, ഇതൊരു പ്രമാണമല്ല. മറിച്ച് പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? ഖുർആന്, സുന്നത്ത്. ഈ ഖുർആനിനെയും സുന്നത്തിനെയും നോക്കിക്കാണാനുള്ള ഇതാണ് കണ്ണട, അല്ലെങ്കിൽ അരിപ്പ. അതിൽ നിന്ന് പലരും പല തെളിവെടുക്കുന്നു, പലരും പല തെളിവെടുത്ത് ഉദ്ധരിക്കുന്നു അല്ലെ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു വലിയ സോഷ്യൽ മീഡിയകൾ ആഘോഷിച്ചു. ഇത് ഖുർആൻ നേരത്തെ പ്രവചിച്ചിട്ടുണ്ടല്ലോ. ഖുർആന്റെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബന്റെ 110-ാമത്തെ ആയത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഗവേഷണം? ശരിക്കും കേട്ടോ, ഗവേഷണം വന്നത് ഖുർആന്റെ 9-ാമത്തെ അധ്യായം 9 സെപ്റ്റംബർ അല്ലേ. സെപ്റ്റംബർ എത്രാമത്തെ മാസ? പറഞ്ഞോ 9-ാമത്തെ മാസം. അപ്പൊ ഖുർആനിലെ 9-ാമത്തെ സൂറത്ത് ഈസിക്കൽ ടു 9-ാമത്തെ മാസം. ഇനി 11 വേണ്ടേ? സെപ്റ്റംബർ 11-നാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായത്. അപ്പൊ എന്ത് ചെയ്തു? 11-ന് വേണ്ടി ഈ ഗവേഷണം നടത്തിയ ആള് ഖുർആന്റെ ചാപ്റ്റർ നമ്പർ 9 സൂറ തൗബ ഉള്ളത് ജുസ് 11-ലാണ്. ഖുർആനിന് 30 ജുസ് ഉള്ളതിലെ ജുസ് നമ്പർ 11-ലാണ്, 11-ലാണുള്ളത്. 11 ഇത് ഈ ജുസ് എടുത്തു. അപ്പൊ എന്തായി? സെപ്റ്റംബർ 11-ആയി. ഇനി വേണ്ടത് എന്താ? 110 നില വേണം, ഫ്ലോസ് അല്ലേ. ആ 110 നിലകളിൽ വേണ്ടി എന്ത് ചെയ്തു? 9-ാമത്തെ അധ്യായത്തിൽ 110-ാമത്തെ ആയത്തെടുത്തു. ഇനിയിപ്പോൾ എന്തോ വേണ്ടു? ഒരു ബിൽഡിംഗ് വേണം ആണല്ലോ. ഇവിടെ ഒരു കെട്ടിടത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഖുർആൻ നേരത്തെ പ്രവചിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഡയലോഗും എന്താ? ഫലസ്തീനിലെ പാവപ്പെട്ട ഉമ്മമാരെ ക്രൂരമായി ബലാത്സംഗങ്ങൾക്ക് വിധേയമാക്കി അവരുടെ നെഞ്ചത്ത് വെടിയുതിർത്ത് ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ ഉമ്മയെ കൊന്നിറങ്ങിപ്പോകുന്നവൻ്റെ നേരെ കല്ലെറിയുന്ന പാവപ്പെട്ട ഫലസ്തീൻ ബാലൻ, അവൻ തീവ്രവാദിയും. അതേപോലെ തന്നെ കൊന്നിറങ്ങിപ്പോകുന്ന ഇസ്രയേൽ പട്ടാളക്കാരൻ, അവൻ സംരക്ഷകനുമാകുന്ന ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവചനങ്ങളിലെ 1-ാമത്തെ പ്രവചനം പുലർന്നിരിക്കുന്നു. ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യും. പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്തത് ജൂതന് വേണ്ടി. നമ്മൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ ആയത്ത് സ്വഹാബികൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. അവരാരെങ്കിലും ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ യു ക്യാൻ ഗോ, നിങ്ങൾക്ക് വിടാം. ഞങ്ങൾക്ക് ഒരു സേഫായ സുരക്ഷിതമായ അഖീദ വേണം, സ്വർഗം വേണം, നേരേഖയിലൂടെ പോകണം അല്ലേ. ഖബറും കിടന്ന് അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അവനെ കാണണം, മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്തിരിക്കണം, ഏ നബിയേ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അതാണ് ഞങ്ങളുടെ വികാരം. അതുകൊണ്ട് ഉപദ്രവിക്കരുത് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, നിലപാടുണ്ടാക്കാൻ പറ്റും അല്ലേ. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒതന്റിസിറ്റി എന്താണ്? ഖുർആനാണ് നമ്മുടെ സലഫിന് ഒതന്റിസിറ്റി കൊടുക്കുന്നത്. അവർ ഒതന്റിക് സോഴ്സാണ് എന്ന് പറയുന്നത്. കേട്ടോളൂ. ഫൈനാമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ ഫൈൻ തവല്ലൗ ഫൈനമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം. ഫൈൻ ആമനു, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, പ്രവാചകന്റെ കൂടെ ജീവിക്കുകയും ഹൃദയം പറിച്ചു കൊടുക്കുകയും ചെയ്ത മനുഷ്യർ, യുദ്ധം നടക്കുന്നു, കയ്യിന് വെട്ട് കിട്ടി, കൈയിങ്ങോട്ട് വെട്ടി അതിങ്ങനെ തൂങ്ങി, ഒരു തോലിൽ ഇങ്ങനെ തൂങ്ങി കളിക്കാണ്. ഈ സ്വഹാബിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. കാലിൽ മെല്ലെ ആ കൈ വെച്ചിട്ട് കാലിൽ ചവിട്ടിയിട്ട് കൈ ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് ഒറ്റ കൈ കൊണ്ട് യുദ്ധഭൂമിയിൽ പോയി പോരടിച്ച് ധീര രക്തസാക്ഷിത്വം വരിച്ച സലഫ്, മുൻഗാമികൾ, സ്വഹാബത്ത്. ആരാ സലഫ്? 921 കേരളത്തിലെ മാപ്പിളമാരല്ല. ആരാ സലഫ് എന്നതിന് ഖുർആൻ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ 100-ാമത്തെ ആയത്ത്, അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ
വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. അവരാണ് സലഫ്. ആരാ? അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിരീങ്ങളും അൻസാറുകളുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് വിഷയം വരുമ്പോഴും സ്വഹാബത്ത് എന്ത് ചെയ്തു, അവർക്ക് ശേഷം വന്ന താബിഉകൾ എന്ത് ചെയ്തു, അവർക്ക് ശേഷം വന്ന താബിഉകൾ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കണം എന്നർത്ഥം. ആരെന്തു പറഞ്ഞാലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. ആയിക്കോട്ടെ ഉസ്താദ്, എടുത്തോളയും. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? അത് തരും. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ താബികൾ ചെയ്തിട്ടുണ്ടോ? താബികൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? യു ക്യാൻ ഗോ. നിങ്ങൾക്ക് പോകാം. ഞങ്ങൾക്ക് മുത്തു റസൂലുള്ളാഹിയെ കാണണം. സ്വർഗത്തിന്റെ വാതിൽ കടന്ന് കോടികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാളാകണം. ഉമ്മനെ കൊണ്ടോണം, ഉപ്പനെ കൊണ്ടോണം. വേണ്ടേ? വേണം, വേണം. അതാണ്. അതുകൊണ്ട് അഫ്വൻ, ഞങ്ങളെ വിട്ടേക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ സ്വഹാബത്ത് അല്ലേ കൈ നിലത്ത് പെടയുകയാണ്. അപ്പോഴും അയാൾ യുദ്ധഭൂമിയിലാണ്. ഫൈനാമനു, അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ, ബിമിസ്ലിമ ആമൻതും ബിഹി, അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ, ഫഖദ് ഇഹ്തദൗ, കഴിഞ്ഞു, നിങ്ങൾ നേർമാർഗത്തിൽ എത്തിപ്പെട്ടു. അപ്പൊ നേർമാർഗത്തിൽ എത്തിപ്പെടാൻ എന്ത് ചെയ്യണം? റസൂലുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക് പറഞ്ഞു. എല്ലാവരും നരകത്തിൽ എന്ന് പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്താ? മഅന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നവരാണ് സ്വർഗത്തിൽ. ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കുന്നവരാണ് സ്വർഗത്തിൽ. അല്ലാത്ത ആരും ഉണ്ടാവില്ല. എവിടെ? എല്ലാ കാര്യത്തിലും. രഹസ്യ ജീവിതത്തിൽ, നമസ്കാരത്തിൽ, കുടുംബജീവിതത്തിൽ, പാരൻസിനോടുള്ള പെരുമാറ്റത്തിൽ, സാമൂഹികമായ ഇടപെടലുകളിൽ, എല്ലാറ്റിലും എൻ്റെ സ്വഹാബത്തും ഞാനും എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കുന്നവരാണ്. ഇതിനാണ് മൻഹജു സലഫ് എന്ന് പറയാം. സുഹൃത്തുക്കളെ, ഇനി ഒന്നുകൂടി ഞാൻ ചേർത്ത് വെക്കുന്നു. ഇതിനെപ്പറ്റി ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു, റസൂലിനെ ആരെങ്കിലും ധിക്കരിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നേർമാർഗം വ്യക്തമായതിനു ശേഷം, സംഗീതം മുഴങ്ങി കേട്ട കാതിൽ കേട്ട സംഗീതം വ്യഭിചാരത്തിന്റെയും അതേപോലെ തന്നെ മദ്യത്തിന്റെയും സ്ഥാനത്താണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേട്ടു. മദ്യപിക്കാൻ പാടില്ല എന്നവൻ വിശ്വസിക്കുന്നു, വ്യഭിചരിക്കാൻ പാടില്ല എന്നവൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ അതേ ഭാഷയിൽ എണ്ണിച്ചേർത്ത സംഗീതത്തെ അവന് വിടാൻ പറ്റുന്നില്ല എങ്കിൽ, ഹിദായത്ത് വ്യക്തമായതിനു ശേഷവും ഇതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു വ്യക്തി അവനെന്ത് ചെയ്യുന്നു? വിശ്വാസികളുടേതല്ലാത്ത മാർഗം, റൂട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അല്ലേ? ഇവിടെ വിശ്വാസികളുടെ റൂട്ട് എന്ന് പറഞ്ഞത് സ്വഹാബത്ത് ജീവിച്ചു പോന്ന ഈ പാതയെക്കുറിച്ചാണ്. എന്താണ് അവരും നമ്മളും തമ്മിലുള്ള ബന്ധം? അതുകൂടെ ഞാൻ ഓടിച്ചു പറയട്ടെ. അല്ലേ? ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്പീച്ച് ആയതുകൊണ്ട് എനിക്ക് ധൈര്യമാണ്. നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ MSMന്റെ സൈറ്റിലോ കയറിയാൽ ഈ ടോക്ക് കിട്ടും. ഇതിൻ്റെ CD ഇറങ്ങും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു പോവുക. എന്താണ് ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധം? എന്താണ് ഞാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധം? ഒരു ബന്ധമല്ലേ? ഉണ്ട്. നിങ്ങൾ കേട്ടോളൂ. ഒന്ന്, ഇസ്ലാം ജീവിച്ചു കാണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണവർ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനു ശുഹദാ അലന്നാസ്, കോടാനക്കോടി മനുഷ്യർക്ക് പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ പിന്നെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇസ്ലാമിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണിവർ. അപ്പോൾ ഇസ്ലാം കിട്ടണമെങ്കിൽ നമ്മൾ അവരിലേക്ക് നോക്കണം. ഒരു സ്വഹാബിയിലേക്കല്ല, ഒരു കൂട്ടം സ്വഹാബികളിലേക്ക്, ഒരു സ്വഹാബിയുടെ വാക്കിലേക്കല്ല, ഒരു കൂട്ടം സ്വഹാബികൾ മനസ്സിലാക്കിയ ഇസ്ലാമിലേക്ക്. ഒന്ന്. രണ്ടാമത്തത്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ് അവരുടെ ദൗത്യം. അവര് നന്മകളെ ജീവിപ്പിക്കാനും തിന്മകളെ അവയെ കൊന്നൊടുക്കി അധർമ്മങ്ങളുടെ ശ്മശാന ഭൂമികയിൽ അതിനെ മണ്ണിട്ട് മൂടാനും നിയോഗിതരായവരാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ തലമുറയാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കും. അല്ലേ? നിങ്ങൾ പോരൂ, നമുക്ക് സുബഹിന് പള്ളിയിൽ പോകാമെന്ന് പറയും. സ്ക്വാഡ് വർക്കുകൾക്കിടയിൽ തെക്കൻ കേരളത്തിന്റെ പുറത്തെ ഒരു വാർത്ത ഒരു യോഗത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്തിരുന്നു. എന്താ? ഒരു ക്യാമ്പസിൽ ഒരു ചെറിയ മെസ് ഹൗസ് കഴുകി വൃത്തിയാക്കി അവിടെ നിസ്കാരം തുടങ്ങി നമ്മുടെ ചില സുഹൃത്തുക്കൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു NIT-യിൽ അവിടെ ഒരു ലിസ്റ്റ് സുബഹിന് വിളിക്കേണ്ടവർ ഇവരുടെ പേരെഴുതി വെക്കുക. ആ ലിസ്റ്റിന്റെ ഉപജ്ഞാതാവ് ഈ സദസ്സിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കുറേ പേര് രാവിലെ അവൻ എണീറ്റിട്ട് എല്ലാവരെയും 5 മണിക്ക് തലയിണയുടെ അരികിൽ ബെല്ലടിക്കുമ്പോൾ എടുക്കുന്നു, എല്ലാവരും പള്ളിയിൽ വരുന്നു. അതിനാണ് നിങ്ങളെ നിയോഗിച്ചത്. അതുപോലെ തിന്മ വിരോധിക്കാൻ മദ്യത്തിന്റെ കുപ്പി പിടിക്കുന്നവൻ, അല്ലെ, കൈപിടിച്ച് അരുത് സഹോദര എന്ന് പറയാൻ, റാഗിങ് നടത്തുന്നവൻ, കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചതല്ലേ, അതുകൊണ്ട് റാഗിങ് ഉണ്ടായിക്കോട്ടെ എന്നല്ല, അരുതെന്ന് പറയാൻ,
അതിനാണ് നിങ്ങളെ നിയോഗിച്ചത്, സ്വഹാബത്തിനെ നിയോഗിച്ചത്, അതിൻ്റെ പിൻഗാമികളെ നിയോഗിച്ചത് എന്നാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ നോക്കി നമ്മൾ അവരെ പഠിക്കേണ്ട ഒരു റോളുണ്ട്. മൂന്നാമത്തത്, അവരെ അള്ളാഹ് പ്രശംസിച്ചിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറളുഅൻ, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഐ ലവ് യു എന്ന് ഓരോ സഹാബിയോടും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കണം ഐ ലവ് യു അല്ല, ആകാശത്ത് നിന്ന് ഐ ലവ് യു എന്ന് ഓരോ സഹാബിക്കും അള്ളാഹിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. മാത്രല്ല അള്ളാഹുവിനെയും അള്ളാഹ് വി ലവ് യു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവരും തിരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. നാലാമത്തത്, പ്രവാചകന്റെ പ്രശംസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അവര് ഏറ്റവും ഉത്തമ തലമുറ എനിക്ക്, എൻ്റെ തലമുറ, അതിൻ്റെ ശേഷം വന്നവർ എന്ന ശക്തമായ ചരിത്രപരമായ പ്രശംസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തത്, നബിയും അവരും തമ്മിലുള്ള ബന്ധം നമ്മളും അവരും തമ്മിലുണ്ട്. ഹദീസ് ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നുകൂടി. നബിയും അവരും തമ്മിലുള്ള ബന്ധത്തെ അതേപോലെയാണ് റസൂലുള്ളാഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സ്വഹാബത്തും ഞാനും നിങ്ങളുമൊക്കെയുള്ള ബന്ധത്തെ അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. ഒരു ചന്ദ്രോദയത്തിന്റെ രാത്രി ആകാശത്തെ അമ്പിളിയെ ചൂണ്ടിക്കാണിച്ച് മുത്ത് റസൂലുള്ളാഹി പറയാണ്, അൻജുമു അമനത്തുൽ ലിസ്സമാ, സ്വഹാബികളെ ആകാശത്തെ നക്ഷത്ര കോടികളില്ലേ ആകാശത്തിന്റെ സെക്യൂരിറ്റിയാണ്. അത് ഉതിർന്നു വീണാൽ ആകാശം പിന്നെ അവിടെ ഉണ്ടാകൂല. വഅന അമനത്തുൽ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്, ഞാൻ അവർക്കുള്ള സുരക്ഷിത കവചമാണ്. ഞാൻ പോയാൽ അവർക്ക് ഇടയിൽ വിധിക്കപ്പെട്ടത് വരും. അതെ, ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ പോരടിച്ചവർ, ഒരേ യുദ്ധഭൂമിയിൽ കയ്യിന് വെട്ടേറ്റപ്പോൾ മരുന്ന് പുരട്ടിക്കൊടുത്തവർ, ഒരേ സൊഫിൽ നിന്നവർ രണ്ട് കക്ഷികളായി തമ്മിൽ പിളർന്ന് തമ്മിലടിക്കുന്ന ചരിത്രം ഉണ്ടായി. കക്ഷിത്വം ഇപ്പൊ തുടങ്ങിയതല്ല, നിങ്ങൾ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ കൂട്ടരെ രണ്ടു ഭാഗത്തുള്ളത്. അള്ളാഹുവിന്റെ റസൂലെ വഫാത്തായപ്പോൾ അവർക്കിടയിലുള്ളത് വന്നു. ഇനിയാണ് അവരും റസൂലും തമ്മിലുള്ള ബന്ധം പോലെ നമ്മളും റസൂലും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാണ്. എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിനുള്ള സെക്യൂരിറ്റിയാണ്. നമ്മൾ അവരെ മാറ്റി നിർത്തി ഇസ്ലാം സ്വീകരിച്ചാൽ നമുക്ക് സുരക്ഷിത പാതയിലെത്താൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെയും നിങ്ങൾക്ക് പിൻപറ്റാന്നാണോ? ഹദീസ് ലഈഫ്, ഹദീസ് ദുർബലമാണ്. സ്വഹാബത്ത് അവർ മൊത്തത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയതും പഠിച്ചതും അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പരാമർശ വിഷയം. ഇനി ആറാമത്തെ കാര്യം കേട്ടോളൂ. ശുദ്ധ മനസ്സിന്റെ ഉടമകളാണവർ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എന്താ? അള്ളാഹു മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയമാണ് ഏറ്റവും ശുദ്ധമായ ഹൃദയം, ഒരു കുത്തുപോലും വീഴാത്ത ഹൃദയം. പിന്നെ അദ്ദേഹത്തിന്റെ അസ്ഹാബിൻ്റെതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്. അപ്പോ ഹൃദയത്തിന്റെ വ്യക്തതയും ശുദ്ധിയും സർട്ടിഫിക്കേഷനും കൃത്യമായി നടന്ന ഹൃദയത്തിന്റെ ഉടമകളാണവർ. അതുകൊണ്ട് അവരെ എല്ലാ കാര്യത്തിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു 3 വരികളിലൂടെ. എന്താ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്ന ചില ആശയവിഷയങ്ങളുണ്ട് അല്ലേ? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഒരു സംഘടനാപരമായ അറ്റാക്കിലേക്കോ വേർതിരിവിലേക്കോ പോകല്ല, മറിച്ച് സുഹൃത്തുക്കളെ, സ്വർഗത്തിന്റെ 7 കവാടങ്ങൾ തുറക്കുമ്പോൾ അതിലൂടെ നമുക്ക് പോകണം. അതിനുവേണ്ടി പറയാം. എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലേക്ക് ഇബാദത്തിൽ അടിമത്തവും അതേപോലെ തന്നെ അനുസരണവും രണ്ടും ഉൾപ്പെടും എന്നവർ വിശ്വസിക്കുന്നു. നമുക്ക് പരിശോധിക്കാം, അവരോട് ചോദിക്കാം, സ്വഹാബികൾ ആരെങ്കിലും ഇങ്ങനെ വിശ്വസിച്ചിരുന്നോ? അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ ശിർക്ക് വരും എന്ന് ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? ഇല്ല. കാരണം സ്വഹാബികളിൽ തന്നെ പലരും അടിമകളായിരുന്നു. റസൂലുള്ളാഹിക്ക് പോലും അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയ്യാക നഅ്ബുദു നെഞ്ചത്ത് വെച്ച് സംസാരിച്ച സ്വഹാബത്ത് അവര് ശിർക്ക് ചെയ്തു എന്ന് വിശ്വസിക്കേണ്ടി വരും. സ്വഹാബത്ത് സെക്യൂരിറ്റി ആണോ? അതെ. ഇനി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് ചോദിക്കാം അവരോട്, ഏതെങ്കിലും ഒരു സ്വഹാബി മുത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിച്ചിരുന്നോ? ഏതോ ഒരാൾ പോയിരുന്നു എന്ന് പറയുന്നു. ആരാണ് അയാൾ? അയാൾ ആരാണ് എന്നത് ഉദ്ധരിക്കുന്ന വ്യക്തി സൈഫാണ്. സൈഫ് ഈസ് നോട്ട് സേഫ്. സൈഫിന്റെ കാര്യം സേഫ് അല്ല. അയാൾ ആരാ? അയാൾ നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദിയുടെ ഗ്രന്ഥത്തിലേതാണ് തെളിവായി ഉദ്ധരിക്കപ്പെടുന്നത് അല്ലേ? അല്ലെങ്കിൽ ഒരാൾ പാട്ടുപാടിയിരിക്കുന്നു, അയാൾ മുസ്തഹ്തിറും ബിശറാബ്, അയാൾ മദ്യത്തിൽ മുഴുകി കുളിച്ച് നടന്ന ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടക്കമുള്ള ആരെയും ഉദ്ധരിക്കാൻ സാധ്യമല്ല. 3 എന്താ? മൂന്നാമത്തെ കാര്യം, ഇവിടെ പലപ്പോഴും
നിസ്കരിക്കാത്ത ഔലിയാക്കൾ ഉണ്ടാകും. നിസ്കരിക്കാത്ത ഔലിയാക്കൾ എന്താ അവർ നിസ്കരിക്കാത്തതിൻ്റെ കാരണം? അദ്ദേഹം മക്കത്ത് നിസ്കരിക്കുന്നുണ്ട് എന്നാണ്. നമുക്ക് ചോദിക്കാം, സ്വഹാബികളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ റെഡി, ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നവും നമ്മളെ സംബന്ധിച്ചിടത്തോളമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ വിഷയത്തെ സംബന്ധിച്ച്, മൻഹജ് സലഫിനെ സംബന്ധിച്ച് കൃത്യമായ ക്ലാരിറ്റിയോടുകൂടെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സലഫിൻ്റെ ഈ പാതയാണ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴി. സലഫിൻ്റെ ഈ റൂട്ടാണ്, മൻഹജു സലഫാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴി. എന്താണ് മൻഹജു സലഫ് എന്ന ചോദ്യത്തിന് ഒറ്റവാചകത്തിൽ ഒരൊറ്റ ഉത്തരം. എന്താ? വാഹനങ്ങൾ ചീറിപ്പായുന്ന ജംഗ്ഷന്റെ മധ്യത്തിൽ അസ്വസ്ഥനായി നിൽക്കുന്ന മനുഷ്യനെ പോലെ ആശയ സംഘടനകളുടെ ഭൂമികയിൽ അസ്വസ്ഥരായി നിൽക്കുന്ന നമുക്ക് ആശയം കൊണ്ടുവരുന്ന ആരോടും നിങ്ങളെ ഉദ്ധരിച്ച തെളിവ് സ്വഹാബികൾ കണ്ടിട്ടുണ്ടോ, അവർ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ മൻഹജ് സലഫ് എന്ന് മനസ്സിലാക്കി കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഇതിനെ മാറ്റി നിർത്തിയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടത് സത്യം എന്ന് പറയേണ്ടി വരും. ആയത്തോതിയിട്ടാണ് അദ്ദേഹത്തെ കൊന്നത്, അല്ലേ? ആയത്തോതിയിട്ടാണ് കൊന്നത്. അതുകൊണ്ട് അത് നമുക്കൊരിക്കലും നിഷേധിക്കുക സാധ്യമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് മദ്യപിച്ചൊരു വ്യക്തി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദ്യപിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. എന്താ? നിങ്ങൾ മദ്യത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സമയമായില്ലേ എന്നല്ലേ ഖുർആൻ ചോദിച്ചത്? ചോയ്സാണ്. ബിരിയാണി കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ബിരിയാണി കഴിക്കേണ്ടെന്നതിന് അർത്ഥമല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചു, അല്ലേ? ആ ദുർവ്യാഖ്യാനം പോലെയാണ്. ആ ദുർവ്യാഖ്യാനം എന്നത് എന്തുകൊണ്ടാ? ഈ ആയത്തിന് അള്ളി റസൂലും സ്വഹാബത്തും മനസ്സിലാക്കിയ അർത്ഥം എന്താണെന്ന് പരിശോധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മുൻഗാമികളുടെ മാർഗം മാറ്റിവെച്ച് നമ്മൾ പോയാൽ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി കൂടുതൽ ആവേശത്തോടെ കാര്യങ്ങളെ പഠിച്ച് മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.